പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ നമ്മളൊക്കെ സ്ഥിരം കാണുന്ന, നമ്മൾ എപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത് ആഡുകളൊക്കെ കാണാറുണ്ടല്ലേ. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആഡിൻ്റെ, ഒരു പരസ്യത്തിൻ്റെ പിന്നാമ്പുറ കാര്യങ്ങളിലേക്കും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു വിവരങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ദിവസവും ഓൺലൈൻ തട്ടിപ്പുകളുടെ വാർത്തകളൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യാറുണ്ട്. സമീപകാലത്ത് നമ്മുടെ യുവാക്കളുടെ മരണത്തിലേക്ക് ഗെയിം ആപ്പുകളൊക്കെ വലിയ സ്വാധീനമായി മാറിയതും നമ്മൾ കാണുകയും ചർച്ച ചെയ്യുകയും പ്രത്യേക സംഘങ്ങളെയൊക്കെ രൂപീകരിച്ച് സർക്കാർ അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തതാണ്. റമ്മി അടക്കമുള്ള ചൂതാട്ട ആപ്പുകളിലൂടെ പണം നഷ്ടമായവരും ജീവൻ ഒടുക്കിയതും നമ്മൾ കണ്ടു. നടൻ ലാൽ അടക്കമുള്ളവർ റമ്മി പരസ്യങ്ങളിൽ അഭിനയിച്ചതിലുള്ള കുറ്റബോധം സമൂഹത്തോട് തുറന്നു പറഞ്ഞതുമാണ്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് മറ്റൊരു ഓൺലൈൻ ജ്വരം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പടരുന്നുണ്ട്. ജ്യോതിഷം പറയുന്ന ആപ്പുകൾ. ഇത്തരം ആപ്പുകളിൽ നമ്മുടെ താരങ്ങൾ പരസ്യത്തിന് അഭിനയിക്കുന്നതും വ്യാപകമാണ്. ഇന്ത്യയിലെല്ലാം വിവിധ ഭാഷകളിൽ ഈ ആപ്പുകൾ സ്ഥാനം പിടിക്കുന്നുമുണ്ട്. അപ്പം ഈ വിഷയമാണ് ഇനി ഹൈ5 ചർച്ചയ്ക്കെടുക്കുന്നത്. ആപ്പാകുന്ന ജ്യോതിഷം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, സയന്റിഫിക് ടെമ്പർ അഥവാ ശാസ്ത്ര അവബോധം ജനങ്ങളിൽ വളർത്തണമെന്ന് ഭരണഘടനയിൽ എഴുതപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടേത്, ഇന്ത്യ. ഓരോ വ്യക്തിക്കും അവൻ്റെ വിശ്വാസങ്ങൾ പുലർത്താനുള്ള അവകാശവും നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ അന്ധവിശ്വാസങ്ങൾ വ്യാപകമാകുന്ന കാലത്ത്, പ്രത്യേകിച്ച് ഓൺലൈൻ രംഗത്ത് ചൂതാട്ടങ്ങളും ചതിക്കുഴികളുമുള്ള കാലത്ത് ജ്യോതിഷം ഉൾപ്പെടുത്തിയുള്ള സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ സജീവമാകുന്നത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ കാണേണ്ടതാണ്. ആസ്ട്രോ ടോക്ക് എന്ന ആപ്പുമായി ബന്ധപ്പെട്ട് വിശ്വാസ്യത ഉറപ്പാക്കാൻ വ്യാപകമായി സിനിമാ താരങ്ങൾ പരസ്യത്തിൽ അഭിനയിച്ച് തകർക്കുകയാണ്. രുചേശ്വർ രവീന്ദ്രൻ വിശകലനങ്ങളുമായി എനിക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് ഹൈ5-ൽ. രുചേശ്വർ രവീന്ദ്രൻ, ഗുഡ് ഈവനിങ്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഏത് തുറന്നാലും, അത് ഒന്നൊന്നല്ല ഏത് തുറന്നാലും ആഡ് വരുന്നത് ഇപ്പം ആദ്യം ആസ്ട്രോ ടോക്കുമായി ബന്ധപ്പെട്ടുള്ളവയാണ്. അതും ഈ നമ്മളിപ്പോൾ കണ്ട കലാകാരൊക്കെ സമൂഹത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവരാണല്ലോ. അവർ തന്നെ വന്ന് ഇങ്ങനെ വളരെ ആധികാരികമായി ഓരോന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ, ഇതിൽ വിശ്വാസമുള്ളവരൊക്കെ വിശ്വസിച്ച് പോകും. എന്താവും ഇതെന്ന് അറിയേണ്ടവരുടെ ശ്രദ്ധ, ഇത് എന്തുകൊണ്ടാവും രുചേശ്വരി ഇതിനെ അറിയേണ്ടവരുടെ ഒരു ശ്രദ്ധയിൽ വരാത്തത്? ഇതിനെ എന്തുകൊണ്ടാവും ഗൗരവമായി സമൂഹം ചർച്ചയ്ക്കെടുക്കാത്തത്? ഗുഡ് ഈവനിങ് സതിലക്ഷ്മി. നേരത്തെ തന്നെ ഇത്തരം പരസ്യങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചൊക്കെ കോടതികളടക്കം പല ഘട്ടങ്ങളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, ഇതൊരു സ്പിരിച്വൽ കൊമേഴ്സ് എന്ന വിഭാഗത്തിൽ ഇപ്പോൾ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പടർന്നു പന്തലിക്കുന്ന തരത്തിലാണ് ഈ ആപ്പുകളുടെ ഒരു സ്വീകാര്യത ഉണ്ടായിരിക്കുന്നത്. 2024 സമാനമായി ഇത്തരം ആപ്പുകൾ വ്യാപകമായി തന്നെ ഒരു ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഓഹരി വിപണിയിലടക്കം സ്വാധീനമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള വളർച്ചയാണ് ഈ ആപ്പുകൾക്കുണ്ടായത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിലൊരു ബിസിനസ് വളർച്ച എന്ന തരത്തിലല്ല നമ്മൾ കാണേണ്ടത്. ഇത് സമൂഹത്തെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് യുവാക്കൾ കൂടുതലായി ഇതിനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഇതിലേക്ക് ഇടപെടുന്നു എന്ന് മാത്രമല്ല, പലരും ഈ ആപ്പുകളുടെ താഴെയുള്ള കമൻറ്റുകൾ നമ്മൾ വ്യാപകമായി തന്നെ പരിശോധിച്ചാൽ അറിയാം. അതിൽ പല ആളുകളും സാമ്പത്തികമായി നഷ്ടമുണ്ടായ ആളുകൾ, അതിൽ പലരും പറയുന്നത് എപ്പോൾ വിദേശത്തേക്ക് പോകാനാകും, എപ്പോൾ വിവാഹം കഴിക്കാനാകും, എപ്പോൾ കുട്ടിയുണ്ടാകും തുടങ്ങി നമ്മൾ സാധാരണഗതിയിൽ ജ്യോതിഷികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതോടൊപ്പം പല ആളുകൾക്കും എനിക്ക് പണം നഷ്ടമായി എന്ന് തുടങ്ങി പല ആളുകളും പറയുന്ന പരാതികൾ കേൾക്കാം. സ്വാഭാവികമായി നമ്മൾ നിരന്തരം ഇത്തരം ഓൺലൈൻ ചതിക്കുഴികൾ കാണുന്നതും ഓൺലൈൻ ചതിക്കുഴികളിൽ പെട്ട് ആളുകൾ ജീവനൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണുന്നതാണ്. ആ ഘട്ടത്തിലാണ് ഇത് വ്യാപകമായി തന്നെ ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല, ഇതിൽ സിനിമാ താരങ്ങൾ വ്യാപകമായി അഭിനയിക്കുന്ന തരത്തിൽ പരസ്യങ്ങൾ വ്യാപകമാകുന്നു എന്നതാണ് സമീപ ദിവസങ്ങളിൽ ഇത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടുന്നത്. കാരണം അത് ഏതെങ്കിലും ഒരു ഭാഷയിലോ ഒരു സംസ്ഥാനത്തോ ഒതുങ്ങുന്നില്ല. അത് ബോളിവുഡ് താരങ്ങൾ ഹിന്ദിയിലുണ്ട്, മലയാളത്തിൽ നമ്മൾ ഈ കാണിച്ചതുപോലുള്ള നമ്മുടെ വളരെ പ്രശസ്തരായ നടിമാർ അഭിനയിച്ച പരസ്യങ്ങളുണ്ട്. വിവിധ ഭാഷകളിൽ അത് എല്ലാ ഭാഗങ്ങളിലേക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പടർന്ന് പന്തലിക്കുന്ന തരത്തിലേക്ക് ഇത് മാറിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു വ്യാവസായിക ഭാഗം കൂടിയുണ്ട്. കാരണം ഇതിൻ്റെ ഒരു വിപണി മൂല്യം ഉയരുന്നത് നമ്മൾക്ക് കാണാം. കാരണം ഓഹരി വിപണിയിൽ ഇത് നിലവിൽ തന്നെ ഇപ്പോൾ ഈ ഒരു വർഷം അത് കണക്കുകൂട്ടുന്ന 1000 കോടിയിലേറെ രൂപയുടെ ഒരു ലാഭം കണക്കുകൂട്ടിയാണ് ഇതിൻ്റെ ബിസിനസ് പോകുന്നത്. ആ ബിസിനസ് പോകുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ, ഇത്തരം സംശയങ്ങൾ ഉള്ള ആളുകൾക്ക് ഇടയിലേക്ക് വരുന്ന ആ തുകയാണ് ഈ ബിസിനസ് വളർച്ച എന്ന് നമ്മൾ കാണണം. ഒരുപാട് ആളുകൾക്കിടയിലേക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലേക്ക് ഇത് വ്യാപകമാകുന്നു. ഇതിലൊരു ശ്രദ്ധ വേണം എന്ന് തന്നെയാണ്. അത് ഒരു സമൂഹം വളരെ ബോധത്തോടെ തന്നെ ഇക്കാര്യത്തെ കൈകാര്യം ചെയ്യണം എന്ന് എല്ലാവരെയും അറിയിക്കുക എന്നതുകൂടിയാണ് ഇത്തരം ഒരു പ്രചാരണത്തിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ രുചേശ്വരി രവീന്ദ്രൻ.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പം നമ്മുടെ താരങ്ങൾക്ക് അവർക്ക് സിനിമയിൽ അഭിനയിക്കാം, പരസ്യത്തിൽ അഭിനയിക്കാം, അതൊക്കെ അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു സമൂഹത്തെ ആകെ പലതരത്തിൽ ദോഷമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ സാമൂഹിക അവബോധം കൂടി പാലിക്കണമെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ.